വിശ്വനാഥ് കുറുപ്പിൻ്റെ പാസ്റ്റർ ജോൺസിൻ്റെ കഥ രണ്ടാം ഭാഗം ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പ്രവീൺ നായർ എന്ന പേരുള്ളിൽ കാൺപൂരിൽ കൃഷ്ണാനഗറിൽ താമസം. ഓക്കലെ കനോഡിയ എന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വീട്ടിൽ വന്നു. മെറോളിയിൽ ഞാൻ താമസം. അവിടെ വന്നു. ഞങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇടയ്ക്ക് നാട്ടിൽ പോയി. ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ, എൻ്റെ 4 വയസ്സായ കുട്ടി റാന്നിയിലാണ്. അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്നു. മകളുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ നാട്ടുകാരനായ ഒരു പയ്യനെ ഞാൻ ജോലിക്ക് കൊണ്ടുവന്നൊരു അവനവൻ്റെ സഹോദരിയെ കൊണ്ടുവന്നിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരെ എൻ്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തുകയും ഇവരെയും സഹോദരിയെയും കൂടി മെഹ്റോളിൽ നിന്ന് അടിച്ചുകൊണ്ട് ഷെയ്ഖ്സായിലേക്ക് പോയി. ഷെയ്ഖ്സായി പോയി അവിടുന്ന് പുഷ്പവിഹാറിലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് താമസം മാറി. അയാൾ ഒറ്റയ്ക്കാണ്. അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആളും പേരും ഒന്നും പറയുന്നില്ല. ഏതായാലും ഞങ്ങൾ തമ്മിൽ തെറ്റി. അതിനു മുമ്പേ ഒരു 2-3 മാസം എൻ്റെ കൂടെ മെഹ്റോളിൽ താമസിക്കുകയുണ്ടായി. അവൻ്റെ ഫാമിലി വന്നു. അതാണ് കാരണം. 2 മാസം കഴിഞ്ഞപ്പോൾ അവർ നാട്ടിൽ പോയി. എൻ്റെ 2 മക്കൾ, കാഞ്ഞിരപ്പള്ളിക്കാരി ഒരു സ്ത്രീയെ, പേര് പറയുന്നത് ശരിയല്ല, അത് പറയുന്നില്ല, അവന് വിവാഹം കഴിച്ച് 2 മക്കളുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂടെ ജോലിക്ക് കൊണ്ടുവന്ന ഒരാൾ ഉണ്ട്. ആ പയ്യനോട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവനോട് ഒരിക്കലും ഞാൻ ചോദിക്കുകയുണ്ടായി, എടാ, എറണാകുളത്ത് കണ്ടപ്പോൾ നീ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും പ്രായമുള്ള കുട്ടി എങ്ങനെയാണ് നിനക്കുണ്ടാകുന്നത്? ഈ 2 കുട്ടികളും ഇവന് ഭാര്യയും ഒക്കെ എൻ്റെ കൂടെ 3 മാസം താമസിച്ചാണ്. 3 മാസം. ഞാൻ പറഞ്ഞതാണ്, നീ മറന്നുപോയതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ നാട്ടിലെ കാഞ്ഞിരപ്പള്ളിക്കാരൻ പയ്യൻ എന്നോട് പറഞ്ഞു, ഈ സ്ത്രീയെ 2ാം വിവാഹമാണ്, ആദ്യത്തെ വകയിലാണ് ഉള്ളതാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 99, 97, 98 ആയപ്പോഴാണ് തോന്നുന്നു അടൽജിയുടെ മന്ത്രിസഭ വന്നു. സംഘത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള രാജഗോപാൽ മന്ത്രിയായി. അപ്പോൾ പുഷ്പവിഹാറിലെ അയ്യപ്പ സമിതിയുടെ പ്രസിഡൻ്റാണ് ഈ ഹോമിയോ ഡോക്ടർ ആർ.കെ. നായർ. അപ്പോൾ ഞാൻ അവിടെ മരുന്നിന് ചെല്ലുമ്പം കാര്യങ്ങളൊക്കെ തിരക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഫോൺസ് കണ്ണന്താനം എന്ന് DDA വൈസ് ചെയർമാനാണ്, പോയിട്ട് സ്ഥലം കിട്ടിയില്ല, സ്ഥലം ലഭ്യമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിഷേധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വേണുജിയുണ്ട്, ഇപ്പോഴും RSSൻ്റെ ചുമതലയാണ്, അവിടെ സദസ്യനാണ് ഡൽഹി സമിതിയിൽ. വേണുജിയെ വിളിച്ച് ഞാൻ സംസാരിച്ചു. ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ അവരെ കൂടെ കൊണ്ടുവരട്ടെ. രാജേട്ടൻ്റെ സ്വീകരണമാണ്. നവോദയ എന്ന സംഘടനയുടെ, RSSൻ്റെ ഒരു സംഘടനയാണ് ഡൽഹിയിൽ. അതിൻ്റെ രാജേട്ടന് സ്വീകരണം കൊടുക്കുകയാണ്, അതിൽ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ 2 പേരും, അവിടെ 3 പേരും ഞങ്ങൾ 2 സ്കൂട്ടറിലായിട്ട് ആ സ്വീകരണത്തിൽ പോയി അവിടെ സമർപ്പിച്ചു. അങ്ങനെ പുഷ്പവിഹാർ ക്ഷേത്രത്തിൻ്റെ സ്ഥലം അങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ ഈ സ്ഥലം ലഭ്യമായി കഴിഞ്ഞപ്പോൾ അപേക്ഷ കൊടുത്തപ്പോൾ പിന്നെ അപ്പോഴത്തേനും ഞാൻ മെഹ്റോളിൽ നിന്ന് രോഹിണിയിലേക്ക് ഒരു ചെറിയ സ്വർണ്ണക്കടയുടെ വ്യാപാരവുമായിട്ട് മാറി. അങ്ങനെ അപ്പം സായി സിംഹ വർമ്മയാണ് അവിടുത്തെ മെഹ്റോളി ഭാഗത്തെ എം പിയുടെ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. ഏതായാലും ഇവരെ പോയി എം പിയുടെ ലെറ്ററുമൊക്കെ ശേഖരിച്ച് കൊടുത്തു. അങ്ങനെ സ്ഥലം ലഭ്യമായി. ഞാൻ ആ സമയത്ത് രോഹിണിയിലാണ്. പുഷ്പവിഹാർ വരാറുണ്ട്. അമ്പലത്തിൻ്റെ പണികളൊക്കെ തുടങ്ങി. അപ്പോഴതിൻ്റെ പ്രശ്നവിധികളൊക്കെ എന്നെ വായിച്ച് കേൾപ്പിച്ചാണ് ഞാൻ പുണ്യദർശനം പുഷ്പവിഹാർ ക്ഷേത്ര മഹാത്മ്യം എന്ന പുസ്തകം എഴുതുന്നത്. 2004 16ഓളം കീർത്തനങ്ങളും അയ്യപ്പചരിതം ഓട്ടംതുള്ളലും
പുഷ്പവിഹാർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും പ്രഭാസത്യക സമേതം ആയിട്ടുള്ള ആ പ്രതിഷ്ഠയുടെ വിവരണങ്ങളും ഒക്കെ ചേർത്ത് പുണ്യദർശനം പുഷ്പവിഹാർ ക്ഷേത്ര മഹാത്മ്യം എന്ന പുസ്തകം ഞാൻ അവിടെ വെച്ച് പ്രസിദ്ധീകരിക്കുന്നു. അതിലെ ഭജനകൾ ഞാൻ തന്നെ മേറോളിൽ ഒരു ഭജന സമിതി ഉണ്ടാക്കിയിരുന്നു. ഞാനും രാജീവും നമ്പീശനും അജിത് ബി നായരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ കാരണം രാജീവാണ്, ഫോട്ടോഗ്രാഫറാണ്. ഇപ്പം രാജീവ് പറഞ്ഞു, ചേട്ടൻ വിചാരിച്ചാലേ ഭജന സമിതി ഉണ്ടാക്കാൻ പറ്റൂ, ചേട്ടൻ മുന്നിട്ട് ഇറങ്ങി നടക്കും. അങ്ങനെ ഈ രാജീവ് എൻ്റെ പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തിരുവല്ല OTCയിൽ ഞാൻ ശിക്ഷകനായിരുന്നു, രാജീവ് സ്റ്റുഡൻറ്റും. ഞാൻ ക്ലാസ് എടുക്കുന്ന ഗണയിലെ അംഗമാണ് രാജീവ്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ മെറോളിയിൽ രാജീവ് വരുമ്പോഴങ്ങനെ കണ്ടു. അങ്ങനെ ആ ഭജന സമിതി ഉണ്ടാക്കി. ആ ഭജന സമിതിയിലെ പ്രവർത്തകരോടൊപ്പം പുഷ്പവിഹാറിൽ ഈ കീർത്തനങ്ങളൊക്കെ പാടി അവതരിപ്പിച്ചു. അന്ന് വന്നത് രോഹിണിയിൽ നിന്ന് ഒരു മിനി ബസ് പിടിച്ച് അതിലാണ് ഞങ്ങൾ പോയത് പുസ്തകം പ്രകാശനം ചെയ്യാൻ. ഏതായാലും വിശ്വനാഥ കുറുപ്പ്, പ്രവീൺ നായർ അവിടെ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറി. അവിടെ നിന്ന് മയൂർ വിഹാർ ഫേസ് 3 മാറി. അപ്പം ഞാൻ കട തുടങ്ങിയപ്പോൾ അറിയിച്ചില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു. 2005 ഞാൻ വീട് വാങ്ങിച്ചപ്പോൾ ആ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ഞാൻ ക്ഷണിക്കുകയും വരികയും ഒക്കെ ചെയ്തു. ഫാമിലി സഹിതം വന്നു. ഈ സമയത്ത് ഈ വിശ്വനാഥ കുറുപ്പ് നറേലയിൽ വീട് വാങ്ങിച്ചിരുന്നു. അവിടുന്ന് പിന്നീട് യാതൊരു വിവരവുമില്ല. പിന്നെ വിവരം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ബാലഗോകുലത്തിൻ്റെ ശ്രീഫോർട്ട് ഓഡിറ്റോറിയത്തിൽ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയുടെ സ്വാഗത സംഘം കേരള ഹൗസിൽ വെച്ചാണ് നടന്നത്. ഞാനിതൊക്കെ പറയുമ്പോഴും ഇതിനെല്ലാം ഒത്തിരി ആളുകൾ സാക്ഷിയാണ്. ആ പരിപാടിയിൽ സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഈ ശ്രീ മാധവൻ നായർ സാറ്, ഓംജയ് സാറുമുണ്ട് എന്നാണ് തോന്നുന്നത്. പല വിശിഷ്ടരായ ആൾക്കാരും ഉണ്ട് അവിടെ കേരള ഹൗസിൽ. അപ്പോൾ സ്വാഗത സംഘത്തിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുതിയിട്ടുള്ള കുറേ കവിതകളും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ആ സമയത്ത് അനവധി ബാലഗോകുലത്തിൻ്റെയും മറ്റും പരിപാടികളിൽ ഞാൻ പ്രഭാഷണത്തിൽ പോയിട്ടുണ്ട്. നവോദയയുടെ മയൂർ വിഹാർ ഫേസ് 3 സപ്താഹത്തിന് പ്രഭാഷണത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതുമാത്രമല്ല, തഴക്കര സ്ഥാപിച്ചിട്ടുള്ള ജനകീയ കവിതാവേദിയിലെ സജീവ പ്രവർത്തകനും 2 വർഷം അതിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു ഞാൻ. അപ്പം കുറേ അനുഭവങ്ങളുമൊക്കെ ആയിട്ട് ശ്രീ മാധവൻ നായർ സാറെ പരാമർശിക്കുന്ന കവിതകളുമൊക്കെ ഞാൻ അവിടെ അവതരിപ്പിച്ചു. മയൂർ വിഹാർ ക്ഷേത്രത്തിലെ കവിത ഭക്തിഗാനം. അതിനുശേഷം എനിക്ക് ശേഷം ഈ പ്രവീൺ നായരാണ് സംസാരിക്കാൻ കയറിയത്. അപ്പോൾ പ്രവീൺ നായർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മുൻപായി സംസാരിച്ച ശ്രീ ശിവകുമാർ ഐത്തല, കവിതകൾ കൊണ്ട് അമ്മാനമാടിയ ശിവകുമാർ ഐത്തല എൻ്റെ ബാല്യകാല സുഹൃത്താണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് ആണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് സംസാരിച്ച് നൂറുകണക്കിന് ആൾക്കാർ കേട്ടു. അങ്ങനെ സംസാരിച്ചു. ആ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു 6 വർഷം പ്രചാരകനും 1.5 വർഷത്തോളം ബൗദ്ധികവും താലൂക്ക് ബൗദ്ധികവും ഡൽഹിയിൽ സാമാന്യം അറിയപ്പെടുന്ന ഒരു കവിയും ബാലഗോകുലം പോലെയുള്ള സംഘടനകളിൽ സജീവമായിട്ട് സംസാരിക്കാനുമൊക്കെ വിളിക്കുന്നു. ഇവിടെ
മായാപുരിയിലൊരു പരിപാടിയിൽ ഞാൻ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോയി സംസാരിച്ചു. ഈ ശ്രീഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നോക്കിയപ്പോൾ അവിടെ സമ്മാനദാനം പിള്ളേരുടെ മൊമെൻ്റം ഒക്കെ കൊടുക്കാൻ ഇതാ പ്രവീൺ നായർ എന്ന മുൻ പാസ്റ്റർ ജോൺസൺ, മുൻ വിശ്വനാഥ കുറുപ്പ് ഇതാ സമ്മാനദാനം കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ ഇങ്ങനെ ഞോടി, താനിക്കിവിടെ എന്താണോ കാര്യം കണ്ടോ, ഇന്നലെ വന്ന ആൾ. അപ്പോൾ പിന്നീട് സമ്മാനദാനം നിങ്ങളിവിടെ ഓഡിയൻസിലിരിക്കുന്നു, ഞാൻ ഓഡിയൻസിലിരിക്കുന്നത്. ഞാൻ പക്ഷെ അങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ തിരക്കാൻ പറഞ്ഞു 50,000 രൂപ സംഭാവന വാങ്ങിച്ചുകൊണ്ട് പ്രവീൺ നായരെ കൊണ്ട് സമ്മാനദാനം നിർവഹിച്ചു. ഇപ്പോഴും തന്നെ 11 മിനിറ്റായി. ഈ രണ്ടാം ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കാം.